ഹായ്, നമസ്കാരം. ജോബിയാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ റംബൂട്ടാൻ നമ്മുടെ കൈകളിലേക്ക് കഴിക്കാനെത്തുമ്പോൾ അതെന്തൊക്കെ സർവൈവ് ചെയ്തിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് എത്തണേ എന്നുള്ളൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയണം. പെട്ടെന്ന് പറയാം. ഒന്ന്, ഇത് സീസണായി കഴിയുമ്പോൾ കർഷകൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മരം ഫുള്ളും വലയിട്ട് മൂടും. ഇപ്പോൾ വലയ്ക്ക് 1 കിലോ വലയ്ക്ക് 150 രൂപയാണ് 1 കിലോ വല വാങ്ങണമെങ്കിൽ ഓൾമോസ്റ്റ്. പിന്നെ ഇത് ഇടാന്ന് പറയുന്നത് ബിഗ് ടാസ്ക്കാണ്, നല്ല പണിയാണ്, ഒരു സ്കില്ലാണത്. ഒരു മരം മൊത്തം കവർ ചെയ്ത്, ഇത് മരം മൊത്തം ഫുള്ളും കവർ ചെയ്തിട്ടില്ല, ഉണ്ടായേക്കണം ഭാഗം ചെറുതായിട്ട് കിളികളിൽ നിന്ന് ഒരു ചെറിയ പ്രൊട്ടക്ഷൻ എന്ന നിലയിലാണ് ഈ സംഭവം ഇട്ട് വെച്ചേക്കണം. ഓക്കെ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരം N18 കാറ്റഗറിയിൽ വരുന്ന മരമാണ്. N18, അതായത് 18 റംബൂട്ടാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1 kg ആവും. ഇത് ബഡ് തൈയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ഈ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ N18 കാറ്റഗറിയിലുള്ള മരം വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് പെട്ടെന്ന് ഒരു 3 കൊല്ലം കൊണ്ട് 4 കൊല്ലം കൊണ്ടൊക്കെ നമുക്ക് കായ കിട്ടും. ഓക്കെ. നാടൻ വാങ്ങുമ്പോൾ അത് ആണാണെങ്കിൽ കായ്ക്കില്ല നമുക്ക്. അപ്പോൾ മാക്സിമം ബഡ് തൈ തന്നെ വാങ്ങി വയ്ക്കുക, നല്ല നഴ്സറികളിൽ നോക്കി വാങ്ങി വയ്ക്കുക. അപ്പോൾ പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത്, എൻ്റെ ഫ്രണ്ടിന് നഴ്സറി ഒക്കെ ഉണ്ട്. എൻ്റെ അറിവിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവൻ്റെ നഴ്സറിയിൽ നിന്നായിരിക്കും ഇതിൻ്റെ റേറ്റ് കുറവിന് നിങ്ങൾക്ക് കിട്ടാം. അവർ വലിയ ബൾക്ക് ഓർഡർ ചെയ്യണ പ്ലാന്റുകാരൊക്കെ ചെയ്യണ ടീമുകളാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിൻ്റെ റെഡ്നെസ് മാക്സിമം കൂടുതലുള്ളത് വാങ്ങാം കടയിൽ നിന്ന്. കാരണം അതനുസരിച്ചിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. എന്തോരം റെഡ്നെസ് ഉണ്ടോ ടേസ്റ്റ് കൂടും. അപ്പോൾ എൻ്റെ യെല്ലോയിഷൊക്കെ ഉള്ളത് വാങ്ങരുത്. അത് ഈ കാറ്റഗറി കേട്ടോ. ചിലത് നാടനുണ്ടോ, നാടൻ എനിക്ക് അധികം നോളേജ് ഇല്ല അതിനെക്കുറിച്ച്. അത് യെല്ലോ കാറ്റഗറി അങ്ങനെ എന്തോ വരുന്നത്. അപ്പോൾ ഇതുപോലെ വലിപ്പമൊക്കെ ഉള്ള കായാണെങ്കിൽ പരമാവധി റെഡ്നെസ് നോക്കി വാങ്ങണം. ഓക്കെ. റെഡ് കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. ഓക്കെ. പിന്നെ ഇത് മഴ നേരത്തെ വന്നേക്കണ കാരണം കുറേ കർഷകർക്കിടെ കൊഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ 10-15 കിലോ കൊഴിഞ്ഞാൽ പോയിട്ടുണ്ട്. ഇപ്പോഴും മഴ പെയ്യണ കൊഴിയുക. അപ്പോൾ മഴ നേരത്തെ ആയിരുന്നു. അപ്പോൾ അതന്നെ സീസണിൽ കുറേ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരും സീസണിൽ ഇതിൻ്റെ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. റേറ്റ് ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഹോൾസെയിൽ ടീമിന് കൊടുക്കുന്നത് 300 രൂപ 310 രൂപ ലെവലിലാണ് നമ്മൾ കർഷകൻ ഹോൾസെയിലുകാർ കൊടുക്കുന്നത്. അവരപ്പോൾ മാർക്കറ്റിൽ വിൽക്കുന്നത് എത്ര രൂപയ്ക്കൊന്നും നമുക്കറിയില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതുപോലത്തെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ പരിഹാരത്തേക്ക് പോട്ടെ, ഞാൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ. നമുക്കത് ബിസിനസ് അല്ല കേട്ടോ, കാരണം എൻ്റെ നാട്ടിൽ ഇത് കുറേ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. ഓക്കെ. ശരി. വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതാണ് സംഭവം. കണ്ട, ഈ ഒരു മഞ്ഞ ലെവലിലുള്ളതിനൊക്കെ മധുരം കുറവായിരിക്കും. കണ്ട, ഇത് റെഡാണ്, ഇതിനൊക്കെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ കടകളിൽ ഈ മഞ്ഞ റെഡൊക്കെ വരുമ്പോൾ റെഡ് വാങ്ങാൻ നോക്കാം മാക്സിമം, അതിൽ നല്ല മധുരം ഉണ്ടാവും. ഓക്കെ. ഇത് റെഡാണ്.